ചെട്ടുകുളങ്ങര കുംഭഭരണി മഹോത്സവം നാളെ. കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കുംഭഭരണി ദിവസം മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകൾക്ക് പ്രാദേശിക അവധിയാണ്. ഓണാട്ടുകരക്കാരുടെ ഹൃദയമിടിപ്പിന് ഈ താളമാണിപ്പോൾ. കാത്തിരിപ്പ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. 13 കരകളിലായി ഭീമനും ഹനുമാനും കുതിരകളും തേരുകളുമൊക്കെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചക്കണ്ടത്തിൽ ദേവിക്ക് മുന്നിൽ അണിനിരക്കാൻ. ഒത്തൊരുമയുടെയും കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെയും ഫലമാണ് ഈ വലിയ കെട്ടുകാഴ്ച. അത് എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ മെയ്യോടെയാണ് കെട്ടുകാഴ്ച നിർമ്മാണത്തിന് ഇവിടെ എത്തുന്നതും എല്ലാ കാര്യത്തിലും ഒത്തുകൂടി പോകുന്നതും. ഏകദേശം 1 കോടി രൂപയ്ക്ക് മേളിലോട്ട് തന്നെ വരും മൊത്തത്തിൽ ഇതിനെക്കുറിച്ച് എസ്റ്റിമേറ്റ് ഇടുവാണെങ്കിൽ കെട്ടുകാഴ്ച തന്നെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചെട്ടുകുളങ്ങരക്കാർ ഈ ദിവസങ്ങളിൽ കഴിവതും നാട്ടിലെത്താറുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടി വരുന്നതോടെ ഓരോ വീട്ടിലും ഉത്സവത്തിരക്കായിരിക്കും. ക്ഷേത്ര ഉത്സവ ദിവസങ്ങളിൽ മത്സ്യവും മാംസവും പരമാവധി ഒഴിവാക്കുന്നതാണ് ഓണാട്ടുകരയുടെ രീതി. എന്നാൽ കുംഭഭരണിക്ക് കൊഞ്ചും മാങ്ങ ഒഴിച്ചുകൂടാനാകില്ല. ഉണക്കച്ചെമ്മീനും മാങ്ങയും തേങ്ങാരപ്പും ചേർത്തുണ്ടാക്കുന്ന ഓണാട്ടുകരയുടെ തനത് വിഭവമാണ് കൊഞ്ചും മാങ്ങ. ഇത് കുംഭഭരണി സദ്യയുടെ രുചി കൂട്ടുന്നു. കെട്ടുകാഴ്ചകൾ കടന്നു പോകുന്നതിനാൽ ചൊവ്വാഴ്ച ഉച്ച മുതൽ തട്ടാരമ്പലം കായംകുളം റോഡിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.